പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആഴ്ചകളൊക്കെ വളരെ വേഗത്തിലാണ്. കണ്ണ് തുറക്കുമ്പോഴേക്കും പെസഹ വ്യാഴം, ഈസ്റ്റർ ഒക്കെ വരാൻ ഓടിപ്പോകുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് നമ്മെ തന്നെ ഒരു ആത്മശോധനയ്ക്കൊക്കെ വിഷയീഭവിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ജെറമിയ പ്രവചനം 29:11. അവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ എന്താ ദൈവമേ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ നമ്മുടെ ഭാവിയെ കുറിച്ചിട്ട് ഭാവി ഭൂതമായി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവ് നൽകുന്ന വചനമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, ദൈവമാണ് അരുൾ ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നമ്മളെ നശിപ്പിക്കാനല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മാനുഷികമായിട്ട് നോക്കുമ്പോൾ ദൈവമേ ഒന്നും എത്തുന്നില്ലല്ലോ, ഞങ്ങൾ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ ഒരുപാട് ആകുലതകളും അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകാം. പക്ഷേ കർത്താവ് പറയാണ്, എടാ അങ്ങനെയൊക്കെ നീ വിചാരിച്ചാലും നിന്നെ കുറിച്ചിട്ടുള്ള എൻ്റെ പദ്ധതി, അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഓൾറെഡി കഴിഞ്ഞു. അതിൽ നിൻ്റെ നാശത്തിനെ അല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഒരുപക്ഷെ ക്ഷേമത്തിലേക്കുള്ള വഴിയിൽ ചില ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ഈശോയോട് ചേർന്ന് പിടിച്ചു നിൽക്കാനുള്ള കരുത്താണ് നോമ്പുകാലത്ത് നാം നേടിയെടുക്കേണ്ടത്. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.